സാധുക്കളായ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ഇത്തരം നല്ല കാര്യങ്ങളെ കൊണ്ടാണ് അല്ലാഹു തആല നമ്മളെ ഈ ലോകത്തും നാളെ പരലോകത്തും രക്ഷപ്പെടുത്തുക. നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇസ്ലാം അനുസരിച്ച്, ഈമാൻ അനുസരിച്ച് ജീവിച്ച് മരിക്കുക എന്നത് നമ്മുടെ മേലെ നിർബന്ധ ബാധ്യതയുമാണ്. തോന്നിയതുപോലെ ജീവിച്ച് എങ്ങനെങ്കിലും മരിച്ചു പോകാൻ വേണ്ടി വിധിക്കപ്പെട്ടവരല്ല നമ്മൾ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. എന്റെ ഭാഷ മനസ്സിലാവുന്നില്ലേ? തോന്നിയതുപോലെ ജീവിക്കുക. നിസ്കാരവുമില്ല, നിലപാടുമില്ല, നോമ്പുമില്ല, കൂട്ടുമില്ല, കുടുംബവുമില്ല, പള്ളിയുമില്ല, മദ്രസയുമില്ല, മൗലിദുമില്ല, മജ്ലിസുൻ നൂറുമില്ല. തോന്നിയതുപോലെ അങ്ങനെ ജീവിക്കുക. എന്നിട്ട് എങ്ങടെങ്കിലും സമയമാകുമ്പോൾ മരിച്ചിട്ട് പോവാ. ഇത് നമ്മളെ തിയറിയല്ല, അത് നമ്മളെ ശൈലിയല്ല. നമ്മൾ എല്ലാം കൊണ്ടും നാളെ പരലോകമാകുന്ന ശാശ്വത ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാ. സ്വർഗത്തിലായാലും നരകത്തിലായാലും മരണമേ ഇല്ല, അങ്ങനെയുള്ളൊരു ലോകത്തേക്ക് പോകേണ്ടവരാണ് ഞാനും നിങ്ങളുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അല്ലേ? പരലോകത്ത് വിശ്വാസം ഇല്ലാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ അവനെ മുസ്ലിമെന്നല്ല, ഒരു മതക്കാരനൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, എല്ലാ മതത്തിലും പരലോക വിശ്വാസമുണ്ട്. ക്രിസ്ത്യൻ മതത്തിലുണ്ട്, ഹൈന്ദവ മതത്തിലുണ്ട്, എല്ലാ മതക്കാർക്കും പരലോക വിശ്വാസമുണ്ട്. പക്ഷെ ചില മതങ്ങൾ പറയുന്നു അവിടെ നാളെ വരുമ്പോ കാക്കയായിട്ട് വരും. കാക്ക അല്ലെങ്കിൽ അമ്മായിന്റെ മാപ്പിള അല്ല, എന്താ പറയാ, കാക്ക, ഈ കറണ്ടിന്റെ അമ്പത്തിരിക്കുന്ന കാക്ക. നമ്മളെ നാട്ടില് കാക്ക അല്ലെങ്കിൽ അമ്മായിന്റെ മാപ്പിള അല്ലെങ്കിൽ കെട്ടിയോളുപ്പ. ഓരോ നാട്ടിലും 100 നാട്ടിലാണ്, 10 നാട്ടിലും 100 ഭാഷ. അപ്പൊ നാളെ അവിടെ ആ കോലത്തിൽ വരുമെന്നാണ് ചില വിശ്വാസക്കാർ. ഏതുവാകട്ടെ അവിടെ വരുമല്ലോ, അതൊരു വിശ്വാസമാണ്. പക്ഷെ നമ്മളെ വിശ്വാസം ആ കോലത്തിൽ വരുമെന്നല്ല. ഏതായാലും പരലോക വിശ്വാസം അത് എല്ലാ മതത്തിലും ഉണ്ട്. നമ്മുടെ മതത്തിൽ ഏതായാലും ഉണ്ട് പരലോക വിശ്വാസം. അത് വളരെ ഈമാനിന്റെ ഭാഗമാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അല്ലേ? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവർ, നിസ്കാരം നിലനിർത്തുന്നവർ, പരലോകം കൊണ്ട് വിശ്വസിക്കുന്നവർ, എല്ലാം കൊണ്ട് വിശ്വസിക്കുന്നവർ അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അല്ലാഹുവിനെ അറിഞ്ഞവരവരാണ്, തഖ്വയുള്ളവരവരാണ്, യഥാർത്ഥ ജീവിതം നയിച്ചവരവരാണ്, പരലോകത്തെ വിശ്വാസമുള്ളവർ. ആ പരലോകത്തിന്റെ രക്ഷയാണ് എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാ പണിയെടുക്കുന്നത്. ഞങ്ങൾ ഈ പണികളും ഈ ജോലികളും എല്ലാം പരലോകത്ത് കൂലി കിട്ടാനാണ്, പരലോകത്ത് മോക്ഷം ലഭിക്കാനാണ്, പരലോകം ബാസുരമാകാനാണ്, പരലോകം രക്ഷപ്പെടാനാണ്. അല്ലാണ്ട് വെറുതെ ഒരു നാടകമല്ല ഇത്. ആണോ? ആണോ? ഇത് പണി ഒരിക്കൽ കൂടി മൂക്കിന്റെ കൊടിയോളം തിന്ന് പിന്നെ പോയിട്ട് അപ്പുറം പോയിട്ട് 4 തേക്ക് വിട്ട് പോയിട്ട് ഉറങ്ങി. ഇതിന് മാത്രം മതിയാ? നമ്മൾ ചെയ്യുന്ന ഓരോന്നും ഒരു വിശ്വാസിയായ മനുഷ്യൻ ചെയ്യുന്ന എല്ലാം അമലാണ്, എല്ലാം അമലാണ്. അത് അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ സകലമായ പ്രവർത്തനങ്ങളും, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി, എന്റെ നിസ്കാരം, മറ്റുള്ള കർമ്മങ്ങൾ, ഈ ഒത്തുകൂടല്, ഈ പറയല്, ഈ പറയിപ്പിക്കല്, ഈ ക്ഷീരണി വിതരണ, ഈ മജ്ലിസുൻ നൂറ, ഈ തൊപ്പി ധരിക്കല്, ഈ നിസ്കാരം, ഈ സ്വതക്ക കൊടുക്കല്, എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ അമലാണ്. നാളെ പരലോകത്ത് രക്ഷപ്പെടാന് കുറെ അമല് വേണ്ട, കുറച്ചു മതി. പക്ഷെ അത് അല്ലാഹ്ക്കായിരിക്കണം. ചെയ്യുന്ന അമല് അല്ലാഹ്ക്കായിരിക്കണം. ഇന്ന് ഞമ്മ ഉസ്താദ് പറയുന്ന, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ചൊല്ലാൻ ചൊന്നിട്ട് നല്ല മെല്ലെ പള്ളിക്ക് പോകണ്ടങ്ങ് ഉള്ളാറ്. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ കമ്മിറ്റിയിൽ വന്ന പുതിയ മെമ്പറായിട്ട് ഇപ്പൊ തുടങ്ങിയ 2 വർഷം പോയെങ്കിൽ പിന്നെ നിസ്കാരമില്ല, ജുമുഅയില്ല, പള്ളി ഭാഗമേ ഇല്ല. ഊടുത്ത വിഷയമല്ല, ഊടുണ്ട് അങ്ങനത്തത് ഊടുത്തതേ. നിങ്ങൾക്കുള്ള ബേഗ നിപ്പാട്ട് ചെന്നെങ്കിൽ നല്ലതേ. അത് പിന്നെ അങ്ങനല്ലേ, ഉള്ളത് ചെന്നെങ്കിൽ ഉമ്മ പിടിക്കാല്ലേ. ഇപ്പൊ നമ്മുടെ പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോ കുറെ ബാല്യക്കാർ പള്ളിയുടെ അപ്പുറത്തുണ്ട്, ബാക്ക് സൈഡില്. നല്ല ഉഷാറ് യോയോ ചെക്കന്മാർ,
നല്ല ഒന്നൊന്നര ബാല്യക്കാർ. പക്ഷെ ജമാഅത്തിൽ അവർ കയറിയില്ല, പള്ളിയിലെ നിസ്കാരത്തിന് അവർ കൂടിയില്ല. എന്താ തടസ്സം? എന്ത് തടസ്സമായിരുന്നു അവർക്ക്? ഒരു തടസ്സവുമില്ല. അവിടെ ഇരുന്നിട്ട് അവർ സ്വറ പറയുന്നു, ബാക്കിൽ അങ്ങനെ റൗണ്ട് അടിക്കുന്നു, അവിടെ അങ്ങനെ ഉലാത്തുന്നു, സംസാരിക്കുന്നു എന്നല്ലാതെ അവർക്കൊരു ജോലി തിരക്കില്ല. വെറുതെ സമയം കളഞ്ഞു. ഇപ്പൊ ഇന്ന് ഈശാ നിസ്കരിക്കുമ്പോ ഇതിപ്പോ ഞാൻ ചൊന്നിട്ട് പോയ കൊണ്ടല്ല, നാളെ സ്വഭാവിക്കുന്നക്ക് പുളി വെട്ടിക്കൂ, പുളി വെട്ടു. നിങ്ങൾ ആറിലപ്പ അയാളെ കൊണ്ടോ ഓട്ടമോ ഇല്ലാറ അയാള്. നിങ്ങ പുളി വെട്ടല്ല, നിങ്ങ മൈദ വെട്ടിട്ടെങ്കും സാരയില്ല. പടച്ച റബ്ബിന്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനല്ല. പള്ളിക്കകത്ത് ജമാഅത്ത് നടക്കുമ്പോ, പള്ളിയുടെ ഉള്ളിൽ നിസ്കരിക്കുമ്പോ നിങ്ങളവിടെ എന്ത് കണ്ടിട്ട് ചുറ്റുകയാണ്? ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയിലല്ലാതെ നിസ്കാരമില്ല നമുക്ക്. പ്രത്യേകിച്ച് അവിടെ ജമാഅത്ത് നടക്കുന്ന നേരമാ. ആ സമയത്താണോ സിഗരറ്റ് ഊതല്? ആ സമയത്താണോ ചെറുമുരി തിന്നല്? ആ സമയത്താണോ അവിടെ സൊള്ളയടിക്കല്? തെറ്റാണ് ഞാൻ പറയില്ല, പക്ഷെ അവിടെ കൂടണമെന്ന ഒരു ചിന്ത വരാത്തത് എന്തേ? അപ്പൊ ഈമാനിന്റെ കമ്മിയുണ്ട്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ 2 വർഷം 2 വർഷം വിളിക്കലെന്നൊക്കെ 100 ഗ്യാരണ്ടി. അത് വിഷയമല്ല. നിസ്കാരം എല്ലാത്രക്കാരും ബെൽറ്റല്ലേ നിസ്കാരം? നിസ്കാരം ഇല്ലെങ്കിൽ പോയല്ലേ? മജ്ലിസുന്നൂർ പിന്നെ, മൗലിദ് പിന്നെ, എല്ലാം പിന്നെ നിസ്കാരമാണ് ഫസ്റ്റ്. ഒരാള് മുഅ്മിനായി കഴിഞ്ഞാൽ, ഒരാണ് ഒരു പെണ്ണ്, അയാൾ ഇസ്ലാമാണ് മുസ്ലിമെങ്കിൽ അയാൾ ആദ്യമായി ചെയ്യേണ്ടത് നിസ്കാരമാണ്. നിസ്കാരത്തിൽ നിന്നിട്ട് ഒരു വിടുതിയില്ല, ഒരു എക്സ്ക്യൂസും ഇല്ല. നിങ്ങൾ നോക്കൂ, നിസ്കാരത്തിന് എപ്പോഴാ വിടുതിയുള്ളത്? സമയം തെറ്റിയാൽ പോലും അത് പിന്നീട് ഖളാ വീട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദീർഘമായ യാത്രയാണ് പോകുന്നതെങ്കിൽ പോലും അവന് പോലും നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കസറാക്കിയിട്ടോ ജമ്മാക്കിയിട്ടോ നിസ്കാരം ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല. ആരോടാ പറഞ്ഞ നിസ്കാരം ഒഴിവാക്കാൻ? എന്താ ഈ നിസ്കാരം? നിസ്കാരം ഇല്ലാതെ നമ്മളാരും മുസ്ലിം ആകുന്നില്ല. അൽ ഫർഖു ബൈനൽ ഇസ്ലാമി വൽ കുഫ്രി തർക്കുസ്സലാത്ത്. നിസ്കാരം ഒഴിവാക്കലാണ് ഇസ്ലാമിന്റെയും കുഫ്റിന്റെയും ഇടയിൽ തിരിച്ചറിയാനുള്ള അടയാളം. നിസ്കാരമുണ്ടോ അവർ മുസ്ലിമാണ്, നിസ്കാരമില്ലേ അവർ ഈ സമുദായത്തിന്റെ മെമ്പറല്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തോട് വിട പറയാൻ വേണ്ടി പോകുന്ന സമയം, തന്റെ 63ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുന്ന സുബഹി നേരത്തെ സക്കറാത്തിന്റെ ഹാലിലാണ്. നിങ്ങൾക്ക് എന്റെ ഭാഷ മനസ്സിലാവുന്നല്ലേ? നിങ്ങ ആരും തലാട്ടൊന്നുമില്ല, മുണ്ടൊന്നുമില്ല. നിങ്ങ ബടി പോലെ ഇരുന്നിനി, ഔട്ട് ഓഫ് റേഞ്ചിലുള്ള പോലെ പിടിയാവറില്ല എനിക്ക്. പിന്നെ നിങ്ങളെ ഈ ഭാഷ എനിക്ക് ശരിയായിട്ട് അങ്ങനെ വരുന്നില്ല. അത് ഇടക്കിടക്ക് ഫൈസി ഉസ്താദിന്റെ പിന്നെ റഫീഖ് സാഹിബിന്റെ ഇങ്ങനെ മുണ്ടിട്ടാകുമ്പോ കുറച്ച് ഇങ്ങനെ വരുന്നു എന്നല്ലാതെ പ്രസംഗത്തിനെന്തോ അതാവല്ല. എന്റെ ഭാഷ അതല്ലേ അല്ല. പിന്നെ ഓരോരോ നാട്ടിലും ഓരോരോ ഭാഷയല്ലേ ഉസ്താദ്? എല്ലാ നാട്ടിലും ഒരു ഭാഷ വിറ്റല്ലോ. മുന്നേ അതൊരു ചങ്കായി ബസ്സിൽ കയറിയല്ലോ, കോയും പിടിച്ചിട്ട്. കോയിക്ക് എന്താ പറയാ ഇവിടെ? കോയി തന്നെയല്ലേ? ആ കോയി, ചിക്കനും പിടിച്ചിട്ട് ഒരു ചങ്ങായി ബസ്സിൽ കേറിയ പാട് കണ്ടക്ടർ കേട്ടല്ലോ ഓരോട്, വേർ ആർ യു ഗോയിങ്? അപ്പൊ അവൻ പറഞ്ഞല്ല വേറെ ആരോ കോയി അല്ല, നന്റെ കോയി. അവൻ കേട്ടെന്തോ, അവൻ ചൊന്നെന്തോ. ഇപ്പൊ ഭാഷ തെല്ലെല്ലാം പഠിക്കണം, അത് വലിയ മസ്റ്റത്. ഭാഷ അറിയണേ, തെല്ല് ഭാഷ അറിയണേ. ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പോയി. അല്ലാഹു തആല ഞങ്ങളെ ഈമാനിന്റെ അഹ്ലികാരിൽ പെടുത്തട്ടെ. നിങ്ങൾ ഉഷാറ് വേണോ? നിങ്ങൾ ഉഷാറ് വേണോ? തെല്ല് നേരാ. നിങ്ങൾ എപ്പോഴും ഇതേപോലെ കൈ കെട്ടിട്ട് തൊപ്പി വെച്ചിട്ട് ദയിക്കണം ഞാൻ ചൊല്ല. ഇപ്പൊ ദയിച്ചിറാറല്ലേ? നിങ്ങൾ നല്ലൊട്ടിക്ക് വേണം. ഇത് ഗാനമേലൊന്നും അല്ല, കേട്ടിട്ട് പോവോ. നിങ്ങളെ കൽബിലേക്ക് ഇത് ഇളിയണോ? പിടിയവരല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ സലാത്ത് ചൊല്ലണോ? നിങ്ങൾ ആമീൻ ചൊല്ലണോ? നിങ്ങൾ നന്റമേ നോക്കണോ? അതിലെ ഈച്ച പാറോ, അതിലെ റിക്ഷ പോവോ, അതിലെ ടിപ്പറുള്ളോ പോവും. നിങ്ങൾ അതൊന്നും നോക്കണ്ട. അത് നാളെയും പോവും. നിങ്ങൾ നോക്കാ. ഇത് ഇപ്പൊ പോയെങ്കിൽ പിന്നെ പോയി, പിന്നെ കിട്ടല. പടച്ച റബ്ബ് കബൂല് ചെയ്യട്ടെ. ഹബീബ് റസൂലുള്ളാഹി
ഉമ്മമാറ് കേൾക്കണോ ഇതാ? നിസ്കാരം ഇല്ലാണ്ട് ചുറ്റിയോണ്ടുള്ള പെങ്ങന്മാറ് കേൾക്കണോ ഇതാ? പിരിശപ്പെട്ട ബാല്യക്കാരാ, സമുദായത്തിലെ യുവാക്കള്, നിങ്ങൾ ഞങ്ങളെ വലിയ പ്രതീക്ഷയാണ്, നിങ്ങൾ ഞങ്ങളെ വലിയ ഭരവസയാണ്. ബാല്യക്കാർ ഞങ്ങളെ പെണ്ണളുപാട്, ഞങ്ങളെ എല്ലാം ഞങ്ങളെ യുവാക്കളാണ്. അവർക്ക് നിസ്കാരമില്ലെങ്കിലോ പിന്നെ അവരെ കൊണ്ട് കാര്യമില്ല. നിസ്കാരത്തിന്റെ കാര്യം ഗൗരവമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ലോകത്തോട് വിട പറയുന്ന അവസാന സമയത്ത് പോലും പൊന്നാര നബി തങ്ങള് വായി കൊണ്ട് എന്തോ മുണ്ടുകയാണ്, സംസാരിക്കുകയാണ്. സക്കറാത്തിന്റെ നേരമാണ്. വേദന കൊണ്ട് പെടപെടക്കിട സമയ, വല്ലാണ്ട് വേദന കൊണ്ട് റസൂലുള്ള പെടക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട്, ഫാത്തിമ ബീവിയോട് മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഇല്ല ഇന്നലിൽ മൗതി ലസക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയാണ്, സക്കറാത്തിന്റെ നൊമ്പരം ഭയങ്കരമാണ്. ഇത് പറയണതാരാ? ഇതാരാ ചൊല്ലുട? ഹബീബ് റസൂലുള്ളാഹി. ഇത് ഖബർസ്ഥാനക്ക് സ്ഥലം ചെന്ന പോലെ അല്ല. ആറ് മടക്കുറുമില്ല, മുണ്ടുമില്ല, എന്ത് വിഷയമേ ഇല്ല. നിങ്ങൾക്ക് അർസബറു സാരില്ല ചൊല്ലറോ? ഹബീബ് റസൂലുള്ളാഹി. അതേ ഉള്ളൂ. ഒരു കാഫിറായ മനുഷ്യന്റെ കയ്യിൽ നിന്നിട്ട് പോലും, കാഫിറായ മുസ്ലിം അല്ലാത്ത മനുഷ്യനിൽ നിന്നിട്ട് പോലും അള്ളാഹു കബൂല് ചെയ്യുന്ന ഒരേ ഒരു അമല് നബി തങ്ങളുമായി ബന്ധപ്പെട്ട അമല് മാത്രമാണ്. മുസ്ലിം അല്ലാത്തവന്റെ നിസ്കാരം കബൂലല്ല, മുസ്ലിം അല്ലാത്തവന്റെ നോമ്പ് കബൂലല്ല, മുസ്ലിം അല്ലാത്തവന്റെ ഖുർആനോത്ത് കബൂലല്ല. അല്ല ഉസ്താദേ, അങ്ങ ഖുർആൻ ഓതുറാറാ? ആർജൊന്നും നിന്റെ കട്ടി ഏറെ ഓതുറാങ്ങ? എത്ര ആൾമാരുള്ളാറ് ഖുർആൻ ഓതുற? എത്ര മുസ്ലിമീങ്ങ ഉള്ളാറ്? യേശുദാസ് ഉണ്ടല്ലേ, ഗാനഗന്ധർവ യേശുദാസ്. അയാൾ എത്ര ചന്തത്തിൽ അർറഹ്മാൻ സൂറത്ത് ഓതിയത്? അയാളെ ഒരു TV അഭിമുഖത്തില് ഇന്റർവ്യൂല് അയാൾ ചൊന്നിട്ടുള്ളൂ, ഞാൻ ഫ്ലൈറ്റിൽ കയറുമ്പോ, ഞാൻ വാഹനത്തിൽ കയറുമ്പോ ഞാൻ എപ്പോഴും ചൊല്ലുവേ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ. അത് വാഹനത്തിൽ പോകുമ്പോ ചൊല്ലണ്ടേ ദിക്ർ. അത് ഞാൻ എപ്പോഴും ചൊന്നിട്ടേ വാഹനത്തിൽ ദയിക്കടോ. ആര് ചൊല്ലോ? അമ്മപ്പല്ല, അവൻ ഇന്നോളം ചൊന്നിട്ടില്ല, പഠിച്ചിട്ടില്ല. അവനക്കത് പിടിയുമില്ല. അവൻ പിടിച്ചത് സ്റ്റാരിങ് മാത്രം, അവനക്ക് ഇതൊന്നും പിടിയില്ല. യേശുദാസ് ഞങ്ങ പഠിക്കേണ്ടതല്ല, അങ്ങ പഠിച്ച ഞങ്ങ പഠിച്ച 3 നേരം പഠിച്ച. ശരിക്കര കാണുമ്പോ നമുക്ക് വലിയ ഡൗട്ട് ഉണ്ട്. 3 നേരമല്ല, 4 നേരം പഠിച്ചിരാറാ. എത്ര ആൾമാരുണ്ടല്ലേ വേറെ അങ്ങനെ നിസ്കരിക്ക? നോമ്പ് നോക്കറ എത്ര ആൾമാരുണ്ട്? മുസ്ലിം അല്ല, മുസ്ലിം എത്ര ആൾമാരുണ്ട്? റമദാൻ ആകുമ്പോ ചന്തത്തിൽ നോമ്പ് നോക്കിയിട്ട് ആ ടൈമിലെല്ലാം റെഡിയാക്കിയിട്ട് നോമ്പ് തുറക്കറ് എത്ര ആൾമാരുണ്ട്? അനക്കെല്ലാം പഠിച്ചോണ്ടെടുക്ക കൂലിയുണ്ട്, അതിന്റെ ഗുണമുണ്ട്. മാത്രമാ ഈമാനം ഒന്നും ഉറക്കാത്തത് കൊണ്ട് നാളെ ആഖിറത്തിൽ എന്തുമില്ല. അനക്ക് അല്ലാഹു കൊടുക്കൂ, നല്ലോണം കൊടുക്കൂ. അവന്റെ ഔദാര്യത്തിന് പടച്ചറബ് ഭാരിയിട്ടും കോരിയിട്ടും കൊടുക്കും. അത് ദുനിയാവില വമാ ഫിൽ ആഖിറതി മിൻ നസീബ. ഈമാനില്ലാത്തവന്റെ അമല, പടച്ചറബിനെ വിശ്വസിക്കാത്തവന്റെ അമല നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടില്ല. ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന അമല് മുഅ്മിനിന്റെ അമലാണ്. എന്നാൽ മുഅ്മിനല്ലാത്തവൻ ചെയ്യുന്ന, മുസ്ലിം അല്ലാത്ത ഒരാൾ ചെയ്യുന്ന ഒരമലിന്, ഒരമലിന്, വൺലി വൺ അമലിന് നാളെ ആഖിറത്തിലും കൂലിയുണ്ട്. അത് ഏതാ അമലറിയുമോ? മുത്തുനബി തങ്ങളുമായി ബന്ധപ്പെട്ട അമല്, പൊന്നാര നബിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം മുസ്ലിം അല്ലാത്തവൻ ചെയ്താൽ പോലും അയാൾക്ക് പോലും നാളെ ആഖിറത്തിൽ കൂലിയുണ്ട്. അതാണ് അബൂലഹബ് കഠിനമായ നരകത്തിലാണ്, കത്തിയാളുന്ന നരകത്തിലാണ്. മുത്തുനബി തങ്ങളെ നല്ലോണം വേദനിപ്പിച്ച മുസ്ലിമായ സഹോദരനാണ്. അയാള് മുസ്ലിം അല്ല, അയാള് നബി തങ്ങളെ നല്ലോണം പീഡിപ്പിച്ചോ, ഉപദ്രവിച്ചോ, നബി തങ്ങളെ നല്ലോണം വിഷമിപ്പിച്ചോ.
അബൂലഹബ് മുസ്ലിമല്ല, അവൻ കാലാകാലം നരകത്തിലാണ്. വിശുദ്ധ ഖുർആന് പേരെടുത്തിട്ട് ശപിച്ചയാളാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. ഇല്ലേ സൂറത്തില്ലേ? അങ്ങനത്തെ ഒരു സൂറത്തില്ലേ? ഓജിറാറെന്നല്ല, അതില്ലെന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു സൂറത്തുണ്ടല്ലേ? ആ ഉണ്ടോ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. ഓതറോ നണ്ടൊട്ടിക ഓതറോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ശപിച്ച ഗണ്ട ഹെണ്ടത്തിയറു അബൂലഹബും അവന്റെ പെഞ്ഞായി ഹമ്മാലത്തും. ഖുർആനിൽ അങ്ങനെ ഒരു ഫാമിലിനെ ടോട്ടലി ശപിച്ച ഒരു ഇത് വേറെ ഇല്ല. നൂഹ് നബി അലൈഹി ഇസ്ലാം അല്ലാഹു തആല പുകഴ്ത്തിയ ആളാണ്, അള്ളാന്റെ പ്രവാചകനാണ്. മോമ ശപിക്കപ്പെട്ടവൻ കനാൻ, മോ മാത്ര, വൺലി വൺ മോ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു തആല ഇഷ്ടപ്പെട്ട പ്രവാചകനാണ്, അല്ലാഹു തആലാന്റെ മുർസലായ നബിയാണ്. ഭാര്യ ശപിക്കപ്പെട്ടവളാണ്, പെഞ്ഞായി ശപിക്കപ്പെട്ടവളാണ്. ആരെങ്കിലും ഒരാൾ ഇപ്പുറം വരുമ്പോ ഒരാൾ അപ്പുറം. ഫിരൗന് ശപിക്കപ്പെട്ടപ്പോ, മാപ്പിള ശപിക്കപ്പെട്ടപ്പോ പെഞ്ഞായി ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹാ അല്ലാഹു പിരിശപ്പെട്ടവളായി, സ്വർഗത്തിന്റെ ആളായി, നാളെ സ്വർഗലോകത്ത് മുത്തുനബി തങ്ങളെ ഭാര്യയായി, വിശുദ്ധ ഖുർആന് വാഴ്ത്തപ്പെട്ട പെണ്ണായി. അല്ലേ അല്ലേ? റബ്ബി ഹബ്ലി റബ്ബി ബിനിലി വഇൻദക ബൈതം ഫിൽ ജന്ന. പടച്ച റബ്ബേ, നിന്റെ പരലോകത്ത് എനിക്കൊരു സ്വർഗം പണിത് താല്ലാ എന്ന് പ്രാർത്ഥിച്ച പെണ്ണ് ബീവി ആസിയ റളിയല്ലാഹു അൻഹാ. ആസിയയുടെ ഭർത്താവാര്? അപ്പളാര്? ഉമ്മറബ്ബറ മോളല്ലേ? ഫിരൗൻ. അവൻ നരകത്തിലാണ്, അവൻ ശപിക്കപ്പെട്ടവനാ. അപ്പൊ ഒരാൾ ഇപ്പറുണ്ടെങ്കിൽ ഒരാൾ അപ്പുറം. എന്നാൽ രണ്ടാളും അപ്പുറം പോയത് തോന്നുന്നുണ്ടാ? ഇതാ ഓർമ്മത്ര. ആറ്? അബൂലഹബും അവന്റെ പെഞ്ഞായി ഹമ്മാലത്തും. എന്തേ കാരണം? നബി തങ്ങളെ വേദനിപ്പിച്ചോ, നബി തങ്ങളെ രണ്ടാളും ദ്രോഹിച്ചോ, നബി തങ്ങളെ മുഖത്തടിച്ചോ. അതുകൊണ്ട് തന്നെ അല്ലാഹു അവരെ ശപിച്ചോ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. അവന്റെ കൈ ബലമില്ലാതെയാവട്ടെ, അവന്റെ കൈ ബലഹീനമാകട്ടെ. കാലാകാലം അല്ലാഹു ശപിച്ചിരിക്കുന്നു. ആ ശപിച്ചതായ ശാപവാക്ക് ലോകത്തിന്റെ അവസാനം വരെ മുസ്ലിമീങ്ങൾ പാരായണം ചെയ്യുന്നു. എന്നാൽ പടച്ച റബ്ബ് കാലാകാലം ശപിച്ചിട്ടുള്ള മുത്തുനബി തങ്ങളെ നല്ലോണം വേദനിപ്പിച്ചതിന്റെ പേരിൽ കാലാകാലം നരകത്തിൽ വീണ് കരിയുന്ന അബൂലഹബിനെ പോലും അല്ലാഹു തആല എല്ലാ തിങ്കളാഴ്ചയും സ്വർഗത്തിന്റെ പാനീയം ഹൗദുൽ കൗസർ കുടിപ്പിക്കുന്നു. എന്തറിയോമോ കാര്യോ? അയാള് നിസ്കരിച്ചിട്ടില്ല, അതിനല്ല. അയാള് നോമ്പ് നോക്കിയിട്ടില്ല, അതൊക്കെ വേണായിട്ടല്ല. അയാള് സ്വതക്ക സക്കാത്ത് കൊടുത്ത ചരിത്രമില്ല. ആ വിഷയത്തിൽ അല്ലാഹു വെള്ളം കൊടുക്കുന്നതല്ല. പിന്നെയോ നബി തങ്ങളാകുന്ന കുഞ്ഞിന്റെ പേരിൽ സന്തോഷിച്ചോ. ചരിത്രം കൊണ്ടുണ്ടല്ലേ? ആമിന അബ്ദുള്ള ദമ്പതിമാരുടെ കിടാവായിട്ട് മുഹമ്മദ് എന്ന കുഞ്ഞുണ്ടായപ്പോ, മുഹമ്മദ് നബിയല്ല, മുഹമ്മദ് നബിയല്ല, അപ്പൊ നബി ആയിട്ടില്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിരാ പെറ്റപ്പമ്മേ കിടാവൂ നബി ആയിട്ട് വന്നമ്മ. 40ാമത്തെ വയസ്സിലല്ലേ നബിയായോ? നണ്ട് നോക്കുറു നിങ്ങ. അബൂലഹബറൊട്ട് വന്നിട്ട് അയാളെ അടിമപ്പെണ്ണ്, അയാളെ വീട്ടില് ജോലിക്കാരിയായ പെണ്ണ്. ആരത്? സുവൈബത്തുൽ അസ്ലമിയ അല്ലേ? ആ പെണ്ണ് വന്നിട്ട് ചൊന്നു, ടെൽമി നിങ്ങൾ നണ്ടോട്ടില്ലേ?
ചൊല്ലൂറു ആരോട്ട് ചെന്നോ വന്നിട്ട് ഇയാളെ യജമാനം ഉണ്ടല്ലേ അബൂലഹബ് അയാളോട്ട് വന്നിട്ട് ചൊന്നൂറു പിന്നെ പറഞ്ഞു എന്താ പറയാ എന്ത് പറഞ്ഞു നിങ്ങളെ അബ്ദുള്ള ഉള്ളല്ലേ അബ്ദുള്ളക്ക് ഒരു ആണുകിടാവായില്ലേ അന്റെ ആണുകിടാവായി നിങ്ങൾ ഭാര്യ ഒരു ആണുകിടാവ് ജനിച്ചു എന്നുള്ള സന്തോഷ വിവരം അവിടെ നിന്ന് വന്നിട്ടതാ അബൂലഹബിന്റെ അടിമ അബൂലഹബിനോട് പറഞ്ഞു ഈ വിവരം അങ്ങ് പറഞ്ഞപ്പോ അബൂലഹബ് എന്ത് ചെയ്തറിയോ അബൂലഹബ് എന്ന നബി തങ്ങളെ പിന്നീട് ഉപദ്രവിച്ച ഈ ഇസ്ലാമിന്റെ വിശ്വാസം ഉൾക്കൊള്ളാത്ത കാഫിറായ മനുഷ്യൻ എന്ത് ചെയ്തറിയാ തന്റെ കുടുംബത്തിൽ ഒരാണ് കുഞ്ഞ് ജനിച്ചോ എന്നുള്ള വിവരം പറഞ്ഞപ്പോ പറയാൻ വേണ്ടി വന്ന സുവൈബത്തുൽ അസ്ലമിയ എന്ന അടിമപ്പെണ്ണിന് തന്റെ വേലക്കാരി പെണ്ണിന് അവിടുന്ന് സ്വതന്ത്രയാക്കി മോചിപ്പിച്ചു സന്തോഷം കൊടുത്തിട്ട് പറഞ്ഞയച്ചു നബി തങ്ങ പിന്നെ മുഹമ്മദ് എന്ന കുഞ്ഞ് ജനിച്ചു എന്ന വിവരം ചൊല്ലുക വേണായിട്ട് വന്നതുക്ക് തന്റെ അടിമപ്പെണ്ണിനെ അയാള് സ്വതന്ത്രയാക്കി അയാള് മോചനം ചൊന്നിട്ട് വിട്ടോ അതിന്റെ പേരിൽ നാളെ അല്ലാഹു തആല നരകത്തിൽ കിടക്കുന്ന അബൂലഹബിനെ പോലും സ്വർഗത്തിന്റെ പാനീയം കുടിപ്പിക്കുന്നു സ്വഹീഹായ ഹദീസാണ് സ്വർഗത്തിലുള്ള ഒന്നും നരകക്കാർക്കില്ല അവിടെയുള്ളതെല്ലാം നരകക്കാർക്ക് ഹറാമാണ് എന്നിട്ട് പോലും പടച്ചിറപ്പൊരു വിടുതി ചെയ്തു നരകത്തിലുള്ള അബൂലഹബിന് സ്വർഗത്തിന്റെ പാനീയം എല്ലാ തിങ്കളാഴ്ചയും കുടിപ്പിക്കുന്നു കാരണം എന്തറിയോ മുത്തുനബി തങ്ങളാകുന്ന മുഹമ്മദ് എന്ന കുഞ്ഞ് ജനിച്ചു എന്നുള്ള വിവരം അയാളോട് തിങ്കളാഴ്ച പറഞ്ഞപ്പോ അതിന്റെ പേരിൽ അയാള് സന്തോഷിച്ചത് കൊണ്ട് അല്ലാഹു അയാൾക്ക് പെരുത്തും കൂലി കൊടുത്തു അതിന്റെ ഗുണം അല്ലാഹു പരലോകത്ത് അയാൾക്ക് അനുഭവിക്കാൻ അവസരം കൊടുത്തു ഞാനിത് പറയുന്നത് നബി തങ്ങളുമായി ബന്ധപ്പെട്ട കർമ്മമാണെങ്കിൽ നബിതങ്ങളുമായി ബന്ധപ്പെട്ട കർമ്മമാണ് സ്വലാത്ത് മൗലിദ് ദിക്ർ ഇതൊക്കെയും ഇത് നബിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് ചെയ്താൽ മുസ്ലിമിന് മാത്രമല്ല മുസ്ലിം അല്ലാത്തവർക്ക് പോലും നാളെ പരലോകത്ത് പ്രതിഫലമുണ്ട് ഈ ഹദീസ് ഈ അബൂലഹബിന്റെ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു വി.പി. സിംഗ് നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു അല്ലേ വി.പി. സിംഗ് ഒന്നില്ലേ ജനതാദളിന്റെ എന്താ ഞാൻ പാർട്ടി ചൊന്നല്ലോ ഇവിടെ എല്ലാ പാർട്ടിയും ഉണ്ടല്ലേ ഞാൻ ആർക്കും ബേജാറാവണ്ട ഞാൻ അയാളെ അഡ്രസ് ഉള്ള വേണായിട്ട് ചൊന്നോ ഈ പാർട്ടി ആക്കിയിട്ടേ ഞങ്ങൾ ഹലാക്കായ ഞങ്ങൾ വേറെന്തോ ആക്കിയിട്ടില്ല പള്ളിക്ക് ബന്ധമല്ലോ സാറില്ല പാർട്ടി ആക്കോ നിസ്കരിക്കോ പള്ളിക്ക് പത്തില്ലങ്ങ് പോവും അതെന്താ അയാൾ അങ്ങനെ ചൊന്ന എനിക്കാക്കോ പാർട്ടിക്കാരുള്ളവരുടെ എല്ലാ പാർട്ടിയും ഇഷ്ടം പോലെ ഈ സമുദായത്തിക്ക് ആ വിഷയത്തിൽ എന്തു കടിമയില്ല ബാക്കി എല്ലാത്തിലും കടിമുണ്ട് വിദ്യാഭ്യാസത്തിൽ ഞങ്ങൾ കുറച്ച് ബാക്കുള്ള നോക്ക എത്ര ആളുടെ PhD എടുത്താറ് ഒരാളെ കണ്ട മാഷാ അല്ലാഹ് ഭയങ്കര കുസി എന്തിനാ പേര് നിയാസ് ഒരാള് ഇതുണ്ടല്ലേ എന്താ ആ പ്രതിഭ അത് നിങ്ങൾ എടുത്തു ചൊല്ലണേ അത് ബാക്കിയുള്ളവരൊട്ട അത് പരിചയമാക്കിയിട്ട് കൊടുക്കണേ അത് നിങ്ങൾക്ക് ഇഷ്ടമെങ്കോ ഇഷ്ടമായില്ലെങ്കോ ഇഷ്ടാവില്ല നിങ്ങൾക്ക് അതിന്റെ അർത്ഥം നിങ്ങളെ കൽബൂല അസൂയ ഉണ്ടോ ഞങ്ങൾ ആ പോസ്റ്റൊക്കെ വരണ്ടേ ഞങ്ങളെ മക്ക ആ നിലക്ക് വരണ്ടേ ഉഷാറാവണ്ടേ നോക്ക എത്ര ദീന് പഠിച്ച മൗലവിമാരുള്ള അറിയായത്തില് എന്തേ നാളെ ഖബറോട് വന്നിട്ട് സലാത്തു സലാം ചൊല്ലണ്ടേ അബ്ബമ്മക്ക് ദുആ കണ്ടേ നന്റെ പെറ്റ ഉമ്മ നന്റെ പടച്ചറബ് പൊറുക്കല്ലാ അങ്ങ് ദുആ കണ്ടേ മയ്യത്ത് നിസ്കരിക്കണ്ടേ
ഞങ്ങളെ മക്ക ഞങ്ങൾ കാത്തോണ്ടുള്ളാർ കാറ്റ് പോവേണായിട്ട് എന്തോ 50 കങ്ങ് കിട്ടുമല്ലേ ഓതിയിൽ. ഞങ്ങൾ ആ വിഷയത്തിലെല്ലാം നല്ല പിറവില്ല. ഞങ്ങൾക്ക് വിദ്യാഭ്യാസ അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ ഞങ്ങൾക്ക് നല്ലോണം കുറവുണ്ട്. നമുക്ക് ഡിഗ്രി ഉള്ള എത്ര ആളാറ്, BA BCom MA MCom എല്ലാം എടുത്തങ്ങ് എത്ര ആളാറ്. 10ാം ക്ലാസ് പോയതേ ഭയങ്കര കഷ്ടത്തില്, പിന്നെ നേരെ പറ്റിയതേ ക്ലാസ്സുകൾക്ക് ബോംബെക്ക്. അവൻ ബിആർ ചന്ദ്രവന്തുണ്ട 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ക്ലാസ്സുകൾക്ക് ഉള്ളത്. ഈ ചില കളിக்கிற ഗ്രൗണ്ടിലുള്ള ബാലക്കാർ വിചാരിച്ചനക്കെ കളിக்கிற ഗ്രൗണ്ടിൽ കളിച്ചോണ്ടിരിക്கிறாங்க. മാരിബ് ബാങ്ക് കൊടുത്ത പാട് കളി സ്റ്റോപ്പ്, ബാങ്ക് തീനെങ്കിൽ പാട് ശുരു കണ്ടിന്യൂ. ആ ക്യാപ്റ്റൻ ബിആർ ചന്ദ്രവന്തുണ്ട ബാങ്ക് കൊടുത്തതേ കളി സ്റ്റോപ്പ് ആക്ക വേണായിട്ട്, നിസ്കരിക്ക് വേണായിട്ടല്ലേ. അവന്റെ എന്താ ചങ്ങണ ഇല്ലേ കൂടെ ഉണ്ട് ഉണ്ട് ചൊല്ലേ പേടിക്കണ്ടല്ലേ. ആർക്ക് പേടിക്കൂ, ആര് ചെലവിലില്ലല്ലേ. ശരിയല്ലാതെ അള്ളാന്റെ പരീക്ഷണം പോവേല ഇങ്ങനായെങ്കിൽ കൊറോണ പോവേല. അതിപ്പോ റായത്തിലുണ്ടോ എന്നെ സ്റ്റൗത്ത് കേബറോ പടച്ചറപ്പിനെ മറന്നെങ്കിൽ കൊറോണ പോവല. പടച്ചറപ്പിന്റെ പരീക്ഷണം തീരല, നിന്റെ കഷ്ടപ്പാട് അവസാനിക്കല. അല്ലാഹുവിലേക്ക് മടങ്ങ. അപ്പൊ നബിതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം ആര് ചെയ്തോ അതിന് കൂലിയുണ്ട്. ഞാൻ ചൊന്നത് പിടിയായല്ലേ. അപ്പൊ ഈ നമ്മളെ VP സിംഗ്, ഇന്ത്യ നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു, സുന്ദരനായിരുന്നു, വിശ്വനാഥ് പ്രതാപ് സിംഗ്, VP സിംഗ് അല്ലേ കൗസർ, അങ്ങനെയല്ലേ. അയാൾക്ക് ആഖിറത്തിൽ എന്തായെങ്കിലും പരലോകത്ത് ഈ വിഷയത്തിൽ കൂലിയുണ്ട്. എന്താ റബീഉൽ അവ്വൽക്ക് ഫസ്റ്റ് അയാളി നാഷണൽ ഹോളിഡേ ഫസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ച അയാൾ. എന്റെ അറിഞ്ഞിട്ട് കൊണ്ടാറല്ലേ. വേണ്ട 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 ഫാന്, അത് ഇപ്പത്തെ ഫാനൊക്കെ ബല്ലേ. നിന്റെ ഫാനല്ലമ്മ, സാധാരണ ഏത് ഫാനൊക്കെ അങ്ങനെ കൂറ്റില്ല, കാറ്റില്ല, കൂറ്റ് മാത്രം, ഭയങ്കര കൂറ്റ്. അതൊക്കെ എന്നാണ് ബന്ധാക്കോ ചെന്നു. പിന്നെ ഒന്നത് രണ്ടാമത് കാറ്റടിച്ച് ഞങ്ങളെ തൊണ്ട ഏറെ ഡ്രൈ ആവും. ശബ്ദം എടുക്കുന്നത് എങ്ങനെ ഡ്രൈ ആവിടെ, അതിൻ്റെ ഇടയ്ക്ക് കാറ്റ് അടിച്ചെങ്കിൽ പാടെ ഏറെ ഡ്രൈ ആവും. ഈ റണ്ണിങ്ങിൽ ഞങ്ങൾ ബൈക്കിൽ എല്ലാം പോകുമ്പോഴത്തേക്ക് റണ്ണിങ്ങിൽ ഞങ്ങൾക്ക് മുണ്ടാവില്ല. എന്തോ കാറ്റടി എതിർന്ന് കാറ്റടിക്കുമ്പോഴത്തേക്ക് മുണ്ടോ ബുദ്ധിമുട്ടാവും. നക്കങ്ങനെ വരും എല്ലാവരും വിഷയമല്ല. ഇനി നാളെ പറ്റി നിങ്ങൾ വേറൊരു സ്റ്റേജിൽ ഫാൻ ബന്ധാക്കണ്ട, ആൾക്ക് ബുദ്ധിമുട്ടാവും ചെന്നിട്ട് രണ്ട് വിഷയമൊന്നോ. അൽഹംദുലില്ലാഹ് ഇത് ഭയങ്കര റാഹത്തായി. അല്ലാഹു തആല ആ നല്ല മനസ്സിന് പ്രതിഫലം നൽകട്ടെ. അവിടെ പാട്ടിയോ നിങ്ങൾ ചൊല്ലണ്ട, അങ്ങനെ ചൊല്ലണോ പിന്നെ നിങ്ങൾ നല്ലിട്ട് ഉള്ളാറ് അങ്ങനെ ഉള്ളാറ് മാഷാ അല്ലാഹ്. അയാൾക്ക് നാളെ ആഖിറത്തിൽ പ്രത്യേക ഒരു പരിഗണന ഇക്കും, എന്റെ വിശ്വാസം അങ്ങനെ. കാരണം അബൂ ലഹബ് അല്ലാഹു തആല നരകത്തിലുള്ളമോ, അവൻ അണ്ട് മുതലേ നരകത്തില്. വിശുദ്ധ ഖുർആൻ ശപിച്ച ആള് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. എന്തേ നബിതങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അവൻ ചെന്നപ്പോ ചെയ്തപ്പോ നബിതങ്ങൾ ജനിച്ചു എന്നല്ല അവൻ സന്തോഷിച്ചോ. നബിതങ്ങൾ ജനിച്ചു എന്ന സന്തോഷം അവനക്ക് വന്നിട്ടേ ഇല്ല. അവനക്ക് സന്തോഷം എന്തോ ഞങ്ങളെ കുടുംബത്തിൽ ഒരു ആണുകിടാവ് വന്ന്. അപ്പൊ നബി വന്ന് സന്തോഷിച്ചില്ലെങ്കിൽ അവനക്ക് അല്ലാഹു എന്തെല്ലാം കൊടുക്കത്ത തിങ്കാക്കുറൂല. അവൻ സന്തോഷം എന്ത് വിഷയത്തില്? അഷ്റഫുൽ ഖൽഖായ നബി വന്നു എന്ന വിഷയത്തിലാണോ? അല്ല. അപ്പൊ മുഹമ്മദ് നബി അഷ്റഫുൽ ഖൽഖാണെന്ന് അവൻ അറിയില്ല. അല്ല, അമ്പിയാക്കളെ നേതാവായിട്ട് കിടാവ് വന്നു എന്ന പേരിലാണോ സന്തോഷിച്ചത്? ഞങ്ങളെ മക്ക അല്ലാഹു തആല ഞങ്ങളെ നന്നാക്കട്ടെ. വായലുകളെ കേക്കു ബാരി കുസ്യാങ്ക് ಬೇಗ ಬೇಗ ಬೇಗ. അബൂ ലഹബ് സന്തോഷിച്ചത് ഖാതിമുൽ അംബിയ ആണ് ജനിച്ചത് എന്നർത്ഥത്തിലല്ല, അഫ്ളലുർ റുസുലാണ് എന്നർത്ഥത്തിലല്ല, അല്ലാഹുവിന്റെ മുർസലായ നബി വന്നു എന്നർത്ഥത്തിലല്ല. പിന്നെയാ അവൻ സന്തോഷിച്ചത് ഞങ്ങളെ ഫാമിലിയില്, ഞങ്ങളെ കുടുംബത്തില് അബ്ദുള്ള ആമിന ദമ്പതിമാർക്ക് ഒരാണ് കിടാവ് ജനിച്ചല്ലേ സന്തോഷിച്ച ആ
ഒരു സന്തോഷത്തിന് വേണായിട്ട് മാത്രം പടച്ചറബ് കൊടുത്ത കൂലി കണ്ടോ? എല്ലാ തിങ്കളാഴ്ചയും സ്വർഗത്തിന്റെ വെള്ളം അയാൾക്ക് കുടിപ്പിക്കുന്നു. ഇവിടുത്തെ ഈ വഹാബി സൽഫി പറയും പോലെ ഇത് എന്തു രേഖയില്ലാത്ത വിഷയം എന്തുമല്ല, ഇത് സ്വഹിയായ ഹദീസാണ്. ഞാൻ ചൊന്നതിന് കൊണ്ടുണ്ട്, അമുസ്ലിമായ മനുഷ്യൻ ചെയ്താൽ പോലും അല്ലാഹു തആല പരിഗണിക്കുന്ന, അല്ലാഹു തആലാന്റെ അടുത്ത് കൂലി കിട്ടുന്ന ഒരേ ഒരു കർമ്മം അത് നബി തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ആ വിഷയം വെച്ച് നോക്കുമ്പോ വി പി സിംഗും ചെറിയൊരു പരിഗണന അല്ലാഹു കൊടുക്കും. അപ്പൊ പിന്നെ നയിച്ചൊന്ന് അങ്ങ് കൊടുക്കട്ട് കൊടുക്കാതിരിക്കട്ട് ഞങ്ങക്ക് തരുവതരല്ലേ? ഞങ്ങ വി പി സിംഗ് ഇണക്കമാ, ഞങ്ങ അബൂലഹബ് ഇണക്കമാ അല്ല, ആ വന്ന മുഹമ്മദാകുന്ന കുഞ്ഞിനെ കൊണ്ട് വിശ്വസിച്ചവരാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ അഷ്റഫുൽ മഖ്ലൂഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബിയെ കൊണ്ട് വിശ്വസിച്ച ഞങ്ങൾ അല്ലാഹു വെറുതെയാക്കുമോ? ഈ റബീഉൽ അവ്വലിന്റെ മാസത്തിൽ ഞങ്ങൾ ചെയ്ത കർമ്മങ്ങള് ഏതോ ആകട്ടെ, മൗലിദാകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ, ഏത് തന്നെയായാലും അതൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ വെറുതെയല്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത്, മറ്റു ആരാധനകൾ, ഇതെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ വളരെ പ്രതിഫലമുള്ള കാര്യമാണ്. നബിതങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനി മൗലിദാകട്ടെ, ദിക്റാകട്ടെ, മജ്ലിസുൻ നൂറാകട്ടെ, ദാനമാകട്ടെ, ധർമ്മമാകട്ടെ, ഏത് ചെയ്യുന്നുവെങ്കിലും ആദ്യമായിട്ട് ഞാനും നിങ്ങളും ചെയ്യേണ്ട കർമ്മമാണ്, കാര്യമാണ് 5 നേരം നിസ്കാരം. മറക്കല്ല. പള്ളിന്റെ കമ്പൗണ്ടിൽ കയറിയിട്ട്, പള്ളിയുടെ ബോർഡറിൽ കയറിയിട്ട്, പള്ളിന്റെ ഉള്ളിൽ ജമാഅത്ത് നടക്കുമ്പോ നീ ആ കമ്പൗണ്ടിനുള്ളിൽ ചുറ്റുന്നത് ഒരിക്കലും ശരിയല്ല. പടച്ച റബ്ബ് നിന്നെ വിടല. ഞാൻ ഇത് ചൊല്ലുമ്പോ നിങ്ങൾക്ക് നണ്ടൊട്ട ബേജാറാവോ? സാരമില്ല. എന്നാലും പടച്ച റബ്ബിന്റെ ഒട്ട നാണെന്ന പടച്ച റബ്ബുക്ക് നണ്ടൊട്ട അരസ പറയല ശരിയല്ല. നോക്കൂ, നിങ്ങൾ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ലോകത്തോട് വിട പറയുന്ന അവസാന സമയത്ത് സക്കറാത്തിന്റെ വേദന കൊണ്ട്, മരണവേദന കൊണ്ട് പൊളയുകയാണ്, പിടക്കുകയാണ്. അടുത്തുള്ള ഫാത്തിമയോട്, ഭാര്യ ആയിഷയോട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇന്നലിൽ മൗതില സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, സഹിക്കുന്നില്ല. മരണത്തിന് വേദനയുണ്ടെന്ന് പറയുന്നത് മഹാനരായ റസൂലുള്ളാഹി, മുസ്തഫായ റസൂലുള്ളാഹി, മുർത്തലായ റസൂലുള്ളാഹി. അപ്പൊ പിന്നെ ഞങ്ങളെ മരണരംഗം എന്തായിരിക്കും? ഞങ്ങളെ മരണത്തിന്റെ ആ സമയം എന്തായിരിക്കും? അല്ലാഹു കാക്കട്ടെ. മരണവേദന അല്ലാഹു എളുപ്പമാക്കട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ലോകത്തോട് വിട പറയുന്ന അവസാന സമയത്ത്, മരണവേദന കൊണ്ട് പൊളിയുന്ന സമയത്ത് നബി തങ്ങളതാ എന്തോ സംസാരിക്കുകയാണ്. നബി തങ്ങ എന്തോ യന്ത്രമാ ചൊന്നോണ്ടുണ്ടോ, യന്ത്രമാ വായിൽ വന്നോണ്ടുണ്ടോ, പക്ഷേ വ്യക്തമാവുന്നില്ല. യന്ത്ര ചൊല്ലേന്ന് ക്ലിയർ ആവില്ല. ആ ടൈം അങ്ങത്തതല്ലേ. ആ ടൈമിലു നാവേ മറിയല്ല മനുഷ്യന്മാർക്ക്. സക്കറാത്തിന്റെ നമ്പലല്ലേ എന്റെ ആ ടൈം ഇംഗ്ലീഷിൽ സ്പീച്ച് അല്ലാക്കുക. മാന്യ മഹാജനങ്ങളെ, സഭിക്കരെ, നിമಗೆಲ್ಲ ವಂದನೆಗಳು. അമേരിക്കുന്ന സമയത്ത് വന്ദനകൾ പോയിട്ട് എരടനകൾ പോലും പറയില്ല. എന്റെ കാരണം സമയതാണ്, സക്കറാത്തിന്റെ ഹാലാണ്, മരണവേദനയാണ്. റബ്ബ് കാക്കട്ടെ. മുത്തുനബി
തങ്ങൾ ആ സമയത്തതാ എന്തോ സംസാരിക്കുന്നു. നബി തങ്ങളെ ബായില് എന്തോ ചൊന്നോട്ടുണ്ടോ, നബി തങ്ങളെ നാവും പന്തിയോട്ടുണ്ടോ അനങ്ങിയോട്ടുണ്ടോ, എന്തൊരു ചൊല്ലേന്ന് ക്ലിയർ ആവില്ല, വ്യക്തമാവില്ല, സ്പഷ്ടാവില്ല. ആ ടൈമിലോ ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ നബി തങ്ങളെ ബായിന്റെ അടുത്തേക്ക് കാത് കൊണ്ടുപോയിട്ട് ചോടെടുത്തു. എന്തിനാ നബി തങ്ങ ചൊല്ല്, നബി തങ്ങ എന്തിനാണ് ഈ പറയുന്നത്, എന്താണ് ഈ പറയുന്നത് എന്ന് ചോട് കൊടുത്തപ്പോ ആ അവസാന സമയത്ത് റൂഹ് പിരിയുന്ന നേരത്ത് മുത്ത് നബി തങ്ങൾ ചൊന്നെന്തിരകൊന്തുണ്ടാ, ചൊല്ലെന്തിരകൊന്തുണ്ടാ, ഉമ്മത്തി ഉമ്മത്തി അസ്സലാ, സമുദായമേ നിസ്കാരം മറക്കണ്ട. അവസാന സമയത്ത് പോലും നബി തങ്ങളെ സക്കറാത്തിന്റെ വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് പോലും ഈ സമുദായത്തോട് ഉപദേശിച്ചത് നിസ്കാരത്തിന്റെ കാര്യമാണ്. എത്ര ഗൗരവമാണ്. നല്ലവരുടെ ബർക്കത്ത് കൊണ്ടല്ലാഹു നിസ്കാരം അതാതിന്റെ സമയത്ത് നിർവഹിക്കാനുള്ള വലിയ തൗഫീക്ക് നമുക്കല്ലാഹു നൽകട്ടെ, നമുക്കല്ലാഹു നൽകട്ടെ, നമുക്കല്ലാഹു നൽകട്ടെ.